എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ ശാലിനി ശാരികയോട് കുഞ്ഞിനെ കളയരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. അപ്പോൾ ശാരിക തിരിച്ച് ശാലിനിയോട് പ്രതികരിക്കുകയാണ്. ശാലിനി അപ്പോൾ പറയാണ്, ആദ്യം നീ നന്നാകടി, എന്നിട്ട് വേണം എന്നെ നന്നാക്കാൻ വരാൻ. എന്തായാലും നിന്റെ അത്രയും പാവമൊന്നും ഞാൻ ചെയ്യുന്നില്ല. ഈ കൊച്ചിന് വേണ്ടാന്ന് വെക്കുമല്ലോ, നീ അങ്ങനെയല്ല. നീ പ്രസവിച്ച കൊച്ചിനെ വേറൊരാൾക്ക് കൊടുത്തിട്ട് നിന്നെ അമ്മയെന്നല്ലല്ലോ വിളിപ്പിക്കുന്നത്. ഇതൊക്കെ എങ്ങനെ ദൈവം പൊറുക്കാതിരിക്കും? ഇതൊക്കെ ദൈവം കാണുന്നില്ലേ? ലാസ്റ്റ് നിനക്ക് തന്നെ ഇത് തിരിച്ചടിയാം. പപ്പിമോളോട് ചെയ്യുന്നത് നീ എന്ത് ക്രൂരതയാണ്, ഇതൊക്കെ നീ ആലോചിക്കുന്നുണ്ടോ എന്നൊക്കെ ഭയങ്കരമായിട്ട് ശാരിക അങ്ങോട്ട് ഇത് ചെയ്യണം. അപ്പോൾ ശാലിനിക്ക് ഭയങ്കര വിഷമാവും. കുടുംബശ്രീ ശാരദയാണെങ്കിൽ ഇതെല്ലാം കേട്ടിട്ട് ഭയങ്കര വല്ലാത്തൊരു അവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ്. ശാരികയ്ക്ക് കിട്ടിയ അവസരം ശാരിക നന്നായിട്ട് മുതലെടുത്ത് നമ്മുടെ ശാലിനിയോട് പ്രതികരിക്കുക തന്നെ ചെയ്യുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശിവൻ നേരെ മാണിക്കോത്തേക്ക് എത്തുകയാണ്. മാണിക്കോത്ത് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ശിവനെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ശിവൻ വന്ന ഉടനെ അമ്മയുടെ അടുത്തേക്കാണ് ഓടി ചെല്ലുന്നത്. അപ്പം അമ്മ പറയുന്നു, മോനെ നിന്നെ ഞാനാണ് മോശമാക്കുന്നതെന്ന് ഇവിടെ എല്ലാവരും പറയുന്നതെന്ന് പറയും. അപ്പം പെട്ടെന്ന് നമ്മുടെ മഹേന്ദ്രൻ പറയും, നിന്നെ ഞാൻ ജയിലിൽ കാണാൻ വരാതിരുന്നത് നീ ഒരുത്തനെ കൊന്നിട്ടാ ജയിലിൽ പോയിരുന്നെങ്കിൽ ഞാൻ വന്നേനെ. പക്ഷെ ഇത് വെറും കഞ്ചാവ് കച്ചവടത്തിലല്ലേ നീ അകത്ത് പോയത്, നിനക്ക് നാണമില്ലേടാ എന്ന് പറയും. അപ്പം പറയും, അത് അച്ഛന് വേണ്ടി ചെയ്തുകൊണ്ടാണ് ഇതൊക്കെ എനിക്ക് വന്നതെന്ന് പറയും. അപ്പം പറയും, ബുദ്ധി കൊണ്ടാണ് ചെയ്യേണ്ടത് എന്നൊക്കെ കുറേ പറയുക. അപ്പം പറയും, അപ്പം നമ്മുടെ ശിവൻ പറയും, ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, എനിക്ക് കിടക്കാൻ ഒരു കടത്തിണ്ണ മതി എന്ന് പറയും. അപ്പോൾ അങ്ങനെ അപ്പോൾ ശിവൻ പറയും, ഇനി ഞാൻ ഇങ്ങോട്ടേക്ക് ഈ പടി ചവിട്ടില്ല എന്ന് പറയും. അപ്പോൾ അമ്മയാണെങ്കിൽ, മോനെ നീ അങ്ങനെ പോകല്ലേ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ പെട്ടെന്ന് ശിവൻ പറയും, എൻ്റെ മുത്തശ്ശനുണ്ടല്ലോ, അച്ഛൻ്റെ അച്ഛൻ, ഞാൻ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു ചെറിയ ഇതിൽ നിന്ന് തുടങ്ങിയ ആളാണ്. അപ്പം ശിവനും അയാളുടെ കൊച്ചുമോനാണ്, അതുകൊണ്ട് ശിവനും ആ ധൈര്യമുണ്ട്, ശിവനൊന്നും സംഭവിക്കത്തില്ല എന്ന് പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മഹേന്ദ്രൻ പെട്ടെന്നൊരു നെഞ്ചുവേദന വരും. അപ്പോൾ വൈഫിനെ ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് ഓടിച്ചെല്ലുമ്പോഴത്തേനും ശിവനും ബുള്ളറ്റിൽ നിന്ന് ഇറങ്ങി ചെല്ലും. എന്നിട്ട് അപ്പോൾ പെട്ടെന്ന് സ്വാമി പറയും, അപ്പോൾ മോളോട് പറയും, മോളെ ഗുളിക എടുത്തിട്ട് വരും. അങ്ങനെ പെട്ടെന്ന് ഗുളിക എടുത്തുകൊണ്ട് വരും. അപ്പോൾ സ്വാമി പറയും, ഇന്ന് ഞങ്ങൾ മറ്റേ പരുത്തിക്കുന്ന് കോളനിയിൽ പോകാൻ വേണ്ടി ഇരിക്കുകയാണ്, ഇന്ന് അവിടെ ജില്ലാ കളക്ടർ വരും, അവിടെ ഇടിച്ചു നിരത്താക്കാൻ, പക്ഷേ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറയും. അപ്പോൾ മഹേന്ദ്രൻ പറയും, എന്തൊക്കെയായാലും അവിടെ പോയേ പറ്റത്തുള്ളൂ, ഞാൻ പോകാമെന്ന്. അപ്പോൾ പെട്ടെന്ന് ശിവൻ അച്ഛൻ്റെ കൈ പിടിച്ചിട്ട് പറയും, അച്ഛൻ പോകണ്ട, ഞാനില്ലേ ഇവിടെ, ഇത് ശിവോഹാണ്, മറ്റുള്ളവർക്കിത് വിയോഗമാണ്, അതുകൊണ്ട് ഞാൻ തന്നെ ചെല്ലാം എന്ന് പറയും. അങ്ങനെ അച്ഛന് ഉറപ്പ് കൊടുക്കുകയാണ്, അച്ഛനൊന്നും ടെൻഷൻ അടിക്കേണ്ട, നമ്മുടെ ഭൂമി ആരും കൊണ്ടുപോകുകയില്ല എന്ന് ഉറപ്പ് കൊടുത്തിട്ട് ശിവൻ അവിടുന്ന് പോവുകയാണ്. ഈ സമയത്ത് ശാലിനിയും എല്ലാവരും അവിടെ പരുത്തിക്കുന്ന് കോളനിയിലേക്ക് വരികയാണ്. അപ്പോൾ അവിടെയുള്ള ഗുണ്ടകളെല്ലാം പറയാം, ഗുണ്ടകളും മെമ്പറും ഒക്കെ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അവർ പറയും, ഒരു കാരണവശാലും ഇവിടെ ഒന്നും ചെയ്യാൻ സമ്മതിക്കരുത്, നമ്മളെല്ലാം കട്ടയ്ക്ക് നിൽക്കുക. അങ്ങനെ ശാലിനി ഇറങ്ങി വരും, പോലീസുകാരും ഉണ്ട്. അപ്പോൾ എല്ലാവരോടും സാധനങ്ങളെടുത്ത് ഇറങ്ങാൻ പറയും. അപ്പോൾ ഈ ഗുണ്ട വന്നിട്ട് പറയും, അങ്ങനെയൊന്നും ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ശാലിനി പറയും, ഞങ്ങൾ പോലീസുകാരെ വിളിക്കും, നിങ്ങൾ ഇനി എത്ര പോലീസുകാരെ വിളിച്ചാലും ഞങ്ങൾക്ക് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം അറിയിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് അപ്പോൾ പറയും, ഞങ്ങളുടെ ശിവൻകുഞ്ഞ് വരാനുണ്ടെന്ന് പറയും. അപ്പോൾ ശാലിനി കളിയാക്കി പറയും, ശിവൻകുഞ്ഞോ അതാരാ എന്നിങ്ങനെ പറയുമ്പോഴത്തേനും ശിവൻ ഒരു ബുള്ളറ്റിലേക്ക് ഇങ്ങനെ വരികയാണ്, വന്നിറങ്ങും. അങ്ങനെ ശാലിനിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അപ്പം നമ്മുടെ വിഷ്ണു കാണിക്കുന്ന കുറേ ആക്ഷനൊക്കെ അതിൽ കാണിക്കുന്നുണ്ട് ശിവൻ. അപ്പോൾ പെട്ടെന്ന് ശാലിനിക്ക് വിഷ്ണുവിൻ്റെ ഒരു മാച്ചായിട്ട് തോന്നും. പിന്നീട് ശാലിനിയും നമ്മുടെ ശിവന് നേർക്കുനേർ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോന്ന് പറയുകയാണ്. അപ്പോൾ ശാലിനി പറയും, നീ എന്തൊക്കെ പറഞ്ഞാലും ഇത് ചെയ്യുന്നു. അപ്പോൾ ശിവൻ പറയും, നടക്കത്തില്ല, ഞാൻ ഇത്ര നാളും അകത്തായിരുന്നു, ഇപ്പോഴാണ് പുറത്തോട്ട് വന്നതെന്നൊക്കെ പറയും. അങ്ങനെ അവരുടെ അംഗം അവിടെ തുടങ്ങുകയാണ്. നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ നമ്മുടെ രോഹിത് നല്ല രീതിയിൽ കളക്ഷനൊക്കെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മുടെ വിഷ്ണു തന്നെ സത്യഭാമയുടെ കയ്യിലേക്ക് രോഹിത്തിനെ കൊണ്ട് ഈ പണമെല്ലാം കൊടുപ്പിക്കുകയാണ്. അപ്പോൾ സത്യഭാമയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നു. അപ്പോൾ പറയുന്നത്, ഇത് അടുത്ത ആളാണ്, ഇനി ഇവനാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെന്ന് പറയുകയാണ്. അപ്പം നമ്മുടെ സത്യഭാമയ്ക്കൊക്കെ ഒരു ഡൗട്ട് വരുന്നത്, എന്താണ് ഇവൻ ഇങ്ങനെ ഉദ്ദേശിക്കുന്നതെന്ന്. പക്ഷേ വിഷ്ണുവാണ് നല്ല ചിരിച്ച് കളിച്ച് രസിച്ചാണ് ഓരോന്നൊക്കെ പറയുന്നത്. പിന്നീട് വീണ്ടും നമ്മുടെ ശാലിനിയും ശിവനെയും കാണിക്കുന്നുണ്ട്. ശിവന്റെ മുമ്പിൽ ശാലിനി അടി പതറി വീഴുമോ, ഇതൊക്കെ നാളത്തെ എപ്പിസോഡിൽ നമുക്കറിയാം. അപ്പം നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.